ഒരു സർക്കാർ ചടങ്ങിനിടെ യുവതിയുടെ മുഖത്തു നിന്നും മുഖം മറയ്ക്കുന്ന വസ്ത്രം, അതായത് നിഖാബ്, വലിച്ചു മാറ്റാൻ ശ്രമിച്ച് വീണ്ടും വിവാദത്തിന് വഴിവെച്ചിരിക്കുകയാണ് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ. പട്നയിൽ ഇന്നലെ നടന്ന ഒരു ചടങ്ങിൽ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് അദ്ദേഹം ഡോക്ടറുടെ നിഖാബിൽ പിടിച്ച് വലിച്ചു താഴ്ത്തിയത്. അതിൻ്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതോടെ വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത്. 10ാം തവണയും ബീഹാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ഒരു മാസം പിന്നിടുമ്പോഴാണ് 74 വയസ്സുള്ള അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഒരു മോശമായ പ്രവൃത്തി ഉണ്ടാകുന്നത്. സർക്കാർ സംഘടിപ്പിച്ച ചടങ്ങിൽ ആയുർവേദ, യോഗ, പ്രകൃതി ചികിത്സ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ഡോക്ടറായ യുവതിക്ക് സർട്ടിഫിക്കറ്റ് നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. ഇതേമായ യുവതിക്ക് സർട്ടിഫിക്കറ്റ് സമ്മാനിച്ചതിന് പിന്നാലെ യുവതിയോട് തൻ്റെ നിഖാബ് മാറ്റാൻ ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയുടെ ആവശ്യത്തോട് യെസ് അല്ലെങ്കിൽ നോ എന്ന് പറയാൻ സമയം കിട്ടുന്നതിന് മുന്നേ തന്നെ നിതീഷ് കുമാർ യുവതിയുടെ മുഖത്തു നിന്നും ബലമായി ആ നിഖാബ് പിടിച്ച് താഴേക്ക് വലിക്കുകയായിരുന്നു. അതോടെ യുവതിയുടെ മുഖം ഭാഗികമായി വീഡിയോയിൽ കാണാനും സാധിക്കുന്നുണ്ട്. പശ്ചാത്തലത്തിൽ നിൽക്കുന്ന ചിലർ ചിരിക്കുന്നുമുണ്ട്. എന്നാൽ കൂടെയുള്ള ഉപമുഖ്യമന്ത്രിയായ സമ്രാട് ചൗധരി നിതീഷ് കുമാറിനെ തടയാൻ ശ്രമിക്കുന്നതും ആ വീഡിയോയിൽ വ്യക്തമായി കാണാം. വീഡിയോ വൈറലായതോടെ പ്രതിപക്ഷവും രൂക്ഷ പ്രതികരണവുമായി രംഗത്ത് വന്നു. അദ്ദേഹത്തിൻ്റെ അത്യന്തം ഹീനവും ലജ്ജാവഹമായ പ്രവൃത്തിയാണെന്ന് കോൺഗ്രസ് അഭിപ്രായപ്പെട്ടു. നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്നും കോൺഗ്രസ് പറഞ്ഞു. അതേസമയം ഇത് അദ്ദേഹത്തിൻ്റെ മാനസിക ആരോഗ്യത്തിൻ്റെ തകർച്ചയുടെ തെളിവാണോ എന്നാണ് RJD ചോദിക്കുന്നത്. നിതീഷ്ജിക്ക് ഇതെന്താണ് സംഭവിച്ചത്? അദ്ദേഹത്തിൻ്റെ മാനസിക നില ഇപ്പോൾ പൂർണ്ണമായും പരിതാപകരമായ അവസ്ഥയിൽ എത്തിയിരിക്കുന്നു എന്നാണ് പാർട്ടി ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ എഴുതിയത്. JDU-BJP സഖ്യത്തിൻ്റെ സ്ത്രീകളോടുള്ള മനോഭാവമാണ് യുവതിയുടെ നിഖാബ് വലിച്ചു മാറ്റിയതിലൂടെ നിതീഷ് കുമാർ വ്യക്തമാക്കിയതെന്നാണ് RJD വക്താവ് ഇജാസ് അഹമ്മദ് പറയുന്നത്. നിഖാബ് ധരിച്ചിരിക്കുന്ന ഒരു മുസ്ലിം സ്ത്രീയുടെ മുഖത്തു നിന്നും അത് മാറ്റുന്നതിലൂടെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ പേരിൽ JDU-യും BJP-യും ചേർന്ന് കൊണ്ടാടുന്ന രാഷ്ട്രീയത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം ഇപ്പോൾ പുറത്തു വരികയാണ്. ഒരു സ്ത്രീയുടെ മുഖം മറയ്ക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയും അതിൻ്റെ ഭരണഘടനാപരമായ സംവിധാനവും എല്ലാവർക്കും ഉറപ്പു നൽകുന്ന കാര്യമാണ്. ഒരാളുടെ സംസ്കാരത്തിനനുസരിച്ച് ജീവിക്കാനും അവരുടെ മത സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം തട്ടിത്തെറിപ്പിക്കുന്ന പ്രവൃത്തിയാണ് നിതീഷ് കുമാറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും അഹമ്മദ് പറയുന്നു. പുതിയതായി നിയമനം ലഭിച്ച ആയുഷ് ഡോക്ടറുടെ നിഖാബാണ് നിതീഷ് കുമാർ ബലമായി വലിച്ചു നീക്കിയത്. നിതീഷ് എന്തോ ചോദിച്ചുകൊണ്ട് യുവതിയോട് സംസാരിക്കുന്നതും പിന്നാലെ പെട്ടെന്ന് നിഖാബ് പിടിച്ച് വലിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഇതിൻ്റെ വീഡിയോ വൈറലായി കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ സെക്രട്ടേറിയറ്റായ സംവാദ് ഹാളിലാണ് ഈ സംഭവം നടന്നത്. 1000-ഓളം ആയുഷ് ഡോക്ടർമാർക്ക് നിയമന കത്ത് വിതരണം ചെയ്യുന്ന ചടങ്ങാണ് അവിടെ നടന്നത്. അവരിൽ 655 പേർ ആയുർവേദ ഡോക്ടർമാരാണ്. 391 പേർ ഹോമിയോ ഡോക്ടർമാരും 205 പേർ യുനാനി വൈദ്യശാസ്ത്രം പരിശീലിക്കുന്നവരുമാണ്. അതിലെ 10 പേർക്കാണ് മുഖ്യമന്ത്രി നേരിട്ട് ഈ നിയമന കത്ത് കൈമാറിയത്. അതിനിടയിലാണ് വിവാദമായ സംഭവം ഉണ്ടാകുന്നത്. നസ്രത്ത് പർവീൻ എന്ന ഡോക്ടർ നിയമന കത്ത് വാങ്ങാനായി എത്തിയപ്പോൾ മുഖ്യമന്ത്രി എന്താണിതെന്ന് ചോദിച്ച ശേഷം യുവതിയുടെ നിഖാബ് താഴേക്ക് പെട്ടെന്ന് വലിക്കുകയാണ് ഉണ്ടായത്. ഒരു കുസൃതി കാണിക്കുന്ന ലാഘവത്തോടെയാണ് നിതീഷ് കുമാർ അത് ചെയ്യുന്നത്. എന്നാൽ ബീഹാറിൽ ഏറ്റവും ഉയർന്ന പദവി അലങ്കരിക്കുന്ന വ്യക്തിയുടെ ഭാഗത്തു നിന്നുമുണ്ടായ നീചമായ കൃത്യം സംസ്ഥാനത്തെ വനിതകൾ സുരക്ഷിതരല്ലെന്ന് തെളിയിക്കുന്നുവെന്നാണ് കോൺഗ്രസിൻ്റെ പ്രതികരണം. നിതീഷ് കുമാർ രാജിവെക്കണം എന്നതിൽ കുറഞ്ഞ് മറ്റൊന്നും പറയാനില്ലെന്നും കോൺഗ്രസ് വക്താവ് പ്രതികരിക്കുന്നു.